ഹലോ മക്കളെ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. മത്സര പരീക്ഷകളിൽ നമ്മുടെ റാങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ കഴിവുള്ളൊരു ഭാഗം ഏതാണെന്നറിയാമോ? അത് കറണ്ട് അഫയേഴ്സാണ്. അപ്പോൾ ഇന്ന് ഫെബ്രുവരി 14 ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് വരാൻ ചാൻസുള്ള കാര്യങ്ങൾ നമുക്കൊരു കഥ പോലെ സിമ്പിളായി പഠിച്ചെടുക്കാം. എല്ലാവരും റെഡിയല്ലേ? ഓക്കെ, എല്ലാവരും ഫുൾ എനർജിയിലാണല്ലോ അല്ലേ? എങ്കിൽ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ അങ്ങ് ദൂരെയൊന്നും പോണ്ട. നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്ന് തന്നെ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങാം. പ്രത്യേകിച്ച് കേരള PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ഈ ഭാഗം കുറച്ചുകൂടി ശ്രദ്ധിച്ചു കേൾക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. ശരി, അപ്പോൾ കേരളത്തിൽ നിന്നുള്ള പ്രധാന വാർത്തകളിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നു നമുക്ക് നോക്കാം. ആദ്യത്തെ പോയിന്റ് ഇതാണ്. 2026 നിശാഗാന്ധി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രശസ്ത മണിപ്പൂരി നർത്തകിയായ ദർശന ജാവേരിക്ക്. പക്ഷേ ശ്രദ്ധിച്ചു കേൾക്കണം, ഇവിടെയാണ് പരീക്ഷയ്ക്ക് നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ട്രിക്ക് ഒളിഞ്ഞിരിക്കുന്നത്. ഈ പുരസ്കാരം നൽകുന്നത് സാംസ്കാരിക വകുപ്പായിരിക്കും എന്ന് നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കും. എന്നാൽ അല്ല, ഇത് നൽകുന്നത് കേരള ടൂറിസം വകുപ്പാണ്. ഈ പോയിന്റ് പ്രത്യേകം ഓർമ്മയിൽ വെച്ചോളൂ. ഈ സ്ലൈഡിൽ നിങ്ങളൊരു സംഖ്യ മാത്രം കാണുന്നുണ്ടല്ലേ? വെറും 9. എന്തായിരിക്കും ഈ 9 മാസം? ഇത് കേരളത്തിന്റെ ചരിത്രത്തിലെ നമ്മുടെ എല്ലാം മനസ്സിനെ വല്ലാതെ സ്പർശിക്കുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടതാണ്. എന്താണെന്നല്ലേ? അതെ, വെറും 9 മാസം മാത്രം പ്രായമുള്ള അലിൻ ഷെറിൻ എബ്രാഹം എന്ന കുഞ്ഞ് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി മാറി. ഒരുപാട് വേദന നൽകുന്ന വാർത്തയാണെങ്കിലും മാനുഷിക മൂല്യങ്ങളുടെ ഏറ്റവും വലിയൊരു സന്ദേശം കൂടിയാണിത്. അടുത്ത പോയിന്റ് ഒരു സ്റ്റാർ ഇട്ട് വെച്ചോളൂ. പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി നഗരങ്ങളുടെ ചിട്ടയായ വികസനത്തിനു വേണ്ടി ഒരു അർബൻ പോളിസി അഥവാ നഗരനയം പ്രഖ്യാപിക്കുന്ന സംസ്ഥാനമായി നമ്മുടെ കേരളം മാറിയിരിക്കുന്നു. ഇതോടെ നമ്മുടെ നഗരങ്ങളിലെ വികസനം കൂടുതൽ പ്ലാൻഡാവും. ഇത് വലിയൊരു നേട്ടമാണ്, തീർച്ചയായും ഓർത്തുവയ്ക്കുക. നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനിക്കാവുന്ന മറ്റൊരു വലിയ നേട്ടം, പുതിയ ബജറ്റ് അപ്ഡേറ്റ് പ്രകാരം അതിദരിദ്രരുടെ പട്ടികയിലുണ്ടായിരുന്ന 90% കുടുംബങ്ങളെയും ആ അവസ്ഥയിൽ നിന്ന് കരകയറ്റാൻ നമുക്ക് സാധിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്ഥിരീകരിച്ച കണക്കാണത്. അടുത്തത്, നമ്മുടെ ഭാരതപ്പുഴയുടെ സംസ്കാരവും ചരിത്രവും സംരക്ഷിക്കാനായി പൊന്നാനിയിൽ നിർമ്മിച്ച നിള പൈതൃക മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. പരീക്ഷയ്ക്ക് ചോദ്യം എങ്ങനെ വരാം? നിള പൈതൃക മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മറക്കരുത്, മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ കേരളത്തിലെ കാര്യങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് നമ്മുടെ കാഴ്ചപ്പാട് കുറച്ചുകൂടി വലുതാക്കാം. ഇന്ത്യ എന്ന വലിയ ക്യാൻവാസിലേക്കൊന്ന് സൂമൗട്ട് ചെയ്യാം. ദേശീയ തലത്തിൽ നടന്ന സുപ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ സംഖ്യ കണ്ടോ? 3.25 ലക്ഷം കോടി രൂപ. ഇതൊരു ചെറിയ തുകയല്ല. ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ ഒരു മെഗാ ഡീലാണിത്. നമ്മുടെ വ്യോമസേനയുടെ കരുത്ത് 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്ന റഫാൽ യുദ്ധവിമാന ഇടപാടിന്റെ മൂല്യമാണിത്. ഇനി നമുക്കിതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഈ ഇടപാടിലെ ഓരോ പോയിന്റും പരീക്ഷയ്ക്ക് ഓരോ ചോദ്യമാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. ആരുടെ കയ്യിൽ നിന്നാണ് നമ്മളിത് വാങ്ങുന്നത്? ഫ്രഞ്ച് കമ്പനിയായ ദസോ ഏവിയേഷനിൽ നിന്ന്. എത്ര വിമാനങ്ങളാണ് വാങ്ങുന്നത്? 114 എണ്ണം. ആരാണിതിന് അംഗീകാരം നൽകിയത്? ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ. ഈ 3 കാര്യങ്ങളും കൃത്യമായി ഓർത്തുവയ്ക്കണം. ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ റാങ്കിംഗ് ആണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ്. നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം, കാരണം ഇന്ത്യയുടെ റാങ്ക് കഴിഞ്ഞ വർഷത്തെ 80 നിന്ന് ഈ വർഷം 75 ഉയർന്നിരിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താണെന്നോ? ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ രാജ്യങ്ങളിലേക്ക് മുൻകൂട്ടി വിസ എടുക്കാതെ യാത്ര ചെയ്യാം എന്നാണ്. ഇനി പറയാൻ പോകുന്നത് ഒരു ചരിത്രപരമായ മാറ്റമാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. ഇതുവരെ പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു മേഖലയാണ് ആണവോർജം. അതിലേക്ക് ആദ്യമായി ഒരു സ്വകാര്യ കമ്പനി കാലെടുത്തു വെക്കുകയാണ്, അദാനി അറ്റോമിക് എനർജി ലിമിറ്റഡ്. ഇതൊരു വലിയ വാർത്തയാണ്, ഉറപ്പായും നോട്ട് ചെയ്തു വെക്കുക. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം തുടങ്ങിയിട്ട് 75 വർഷം തികയുകയാണ്. ഈ സൗഹൃദത്തിന്റെ ഓർമ്മയ്ക്കായി ഇരു രാജ്യങ്ങളും ചേർന്ന് ഒരു സംയുക്ത സ്റ്റാമ്പ് പുറത്തിറക്കി. പ്രകൃതിസ്നേഹികൾക്കെല്ലാവർക്കും ഒരു സന്തോഷവാർത്ത. ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനത്തിൽ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളുടെ എണ്ണത്തിൽ 5% വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് വളരെ നല്ലൊരു സൂചനയാണ്. ശരി, ഇനി നമുക്ക് നേരെ ലോകവേദിയിലേക്കും സ്പോർട്സ് ലോകത്തേക്കും പോകാം. അവിടെ നമ്മുടെ ഇന്ത്യക്കാർ സ്ഥാപിച്ച ചില അവിശ്വസനീയമായ നേട്ടങ്ങളുണ്ട്. നമുക്കവ എന്തൊക്കെയാണെന്ന് കാണാം. ഇന്ത്യയ്ക്ക് ഒന്നടങ്കം അഭിമാനിക്കാവുന്ന ഒരു ലോക റെക്കോർഡിന്റെ കഥയാണിത്. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ കിളിമഞ്ചാരോ, അതിലെ ഏറ്റവും ഉയർന്ന പോയിന്റായ ഉഹുരു പീക്ക്, ഒരു ഇന്ത്യൻ വനിത ഒറ്റയ്ക്ക് ഏറ്റവും വേഗത്തിൽ കീഴടക്കി ഒരു പുതിയ ലോക റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുന്നു. ആ ധീരവനിതയുടെ പേര് ഓർത്തുവെച്ചോളൂ, ജ്യോതി ശർമ്മ. പ്രായം വെറുമൊരു സംഖ്യ മാത്രമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ട് 2020 ലോകകപ്പിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരൻ എന്ന റെക്കോർഡ് ഒമാന്റെ മുഹമ്മദ് നദീം സ്വന്തമാക്കിയിരിക്കുന്നു.
ഓക്കെ, ഇനി എല്ലാവരും ഒന്നിവിടെ ശ്രദ്ധിച്ചേ. ഇതുവരെ പഠിച്ചതൊക്കെ ഒരു വശത്ത്, ഇനി പറയാൻ പോകുന്നത് മറുവശത്ത്. നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ മറ്റുള്ളവരേക്കാൾ ഒരുപടി മുന്നിലെത്തിക്കുന്ന കുറച്ചുകൂടി ആഴത്തിലുള്ള ചില പോയിന്റുകളാണ് ഇനി വരുന്നത്. ഒരു കാരണവശാലും ഈ ഭാഗം മിസ് ചെയ്യരുത്. ഇത് റാങ്ക് മേക്കിംഗ് പോയിന്റുകളാണ്. ഫെബ്രുവരി 14 എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ആദ്യം വരുന്നത് വാലന്റൈൻസ് ഡേ ആണ്. എന്നാൽ പരീക്ഷയ്ക്ക് ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവുമുണ്ട്. ഇതേ ദിവസം ലോക ജന്മനായുള്ള ഹൃദയവൈകല്യ ബോധവൽക്കരണ ദിനം കൂടിയാണ്. കണ്ടോ, ഹൃദയവുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ ഒരേ ദിവസം. എളുപ്പത്തിൽ ഓർത്തുവയ്ക്കാം. നമ്മൾ ഈ സെഷന്റെ തുടക്കത്തിൽ ദർശന ജാവേരിയെക്കുറിച്ച് പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അവർക്ക് നിശാഗന്ധി പുരസ്കാരം കിട്ടിയത് മണിപ്പൂരി നൃത്തത്തിനാണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ PSC ചോദ്യം കുറച്ചുകൂടി കടുപ്പിച്ചാലോ? അവർ പ്രാവീണ്യം നേടിയ മണിപ്പൂരി നൃത്തത്തിന്റെ പ്രത്യേക രൂപമാണ് ലായ് ഹരോബ. ഇതൊരു ക്ലാസിക് റാങ്ക് മേക്കിംഗ് ചോദ്യമാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. ISROയുടെ ശുക്രനിലേക്കുള്ള ദൗത്യം, അതായത് ശുക്രയാനിന്റെ ഔദ്യോഗിക പേര് വീനസ് ഓർബിറ്റർ മിഷൻ എന്ന് മാറ്റിയിട്ടുണ്ട്. ഇത് ഉറപ്പായും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ശുക്രയാൻ ഇനി മുതൽ വീനസ് ഓർബിറ്റർ മിഷനാണ്. ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയിൽ ഓൺലൈൻ തട്ടിപ്പുകളും സൈബർ ആക്രമണങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തടയുന്നതിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് RBI, ആരംഭിച്ച പുതിയ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ഡാറ്റ വാച്ച്. വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണത്, മറക്കരുത്. ശരി, അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇനി ഇതെല്ലാം ഓർമ്മയിലുണ്ടോന്ന് നോക്കണ്ടേ? ഒരു മിന്നൽ വേഗത്തിലെല്ലാം ഒന്നുകൂടി ഓർത്തെടുക്കാം. ഒരു ഫയർ റൗണ്ടിന് എല്ലാവരും തയ്യാറല്ലേ? ശരി, നമുക്ക് വേഗത്തിൽ ഓർത്തെടുക്കാം. നിശാഗന്ധി അവാർഡ് ആർക്കായിരുന്നു? ദർശന ജാവേരി. ഇന്ത്യയിൽ ആദ്യമായി അർബൻ പോളിസി കൊണ്ടുവന്ന സംസ്ഥാനം നമ്മുടെ സ്വന്തം കേരളം. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ പുതിയ റാങ്ക് എത്രയാണ്? 75. എത്ര പുതിയ റഫാൾ ജെറ്റുകളാണ് വാങ്ങുന്നത്? 114. ശുക്രയാൻ മിഷന്റെ പുതിയ പേരെന്താണ്? വീനസ് ഓർബിറ്റർ മിഷൻ. RBIയുടെ സൈബർ സുരക്ഷാ പ്ലാറ്റ്ഫോമിന്റെ പേര് ഡേറ്റ വാച്ച്. കിളിമഞ്ചാരോ ഏറ്റവും വേഗത്തിൽ കീഴടക്കിയതാരാണ്? ജ്യോതി ശർമ്മ. അവസാനമായി ഫെബ്രുവരി 14ന്റെ മറ്റൊരു പ്രത്യേകത, വേൾഡ് കോൺജനിറ്റൽ ഹാർട്ട് ഡിഫെക്റ്റ് അവെയർനെസ് ഡേ. എല്ലാം കിട്ടിയല്ലോ അല്ലേ? ഇപ്പോൾ നിങ്ങളുടെ ഊഴമാണ്. നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ തന്നെ സ്വയം ഒന്ന് വിലയിരുത്താനുള്ളൊരു അവസരമാണിത്. റെഡി? ശരി, അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാ വരുന്നു. ആരായിരുന്നു 2026 നിശാഗന്ധി പുരസ്കാര ജേതാവ്? ഓർത്തുനോക്കൂ. ഉത്തരം ശരിയാണ്, ദർശന ജാവേരി. നിങ്ങൾക്കൊരു മാർക്ക്. ഓക്കെ, അടുത്ത ചോദ്യം. ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ പുതിയ റാങ്ക് എത്രയാണ്? നമ്മൾ ഒരുപാട് മെച്ചപ്പെട്ട ഒരു റാങ്കാണ്. അതെ, ഉത്തരം 75. നിങ്ങൾക്കടുത്ത പോയിന്റ് കിട്ടിയിരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം. ശുക്രയാന്റെ പുതിയ ഒഫീഷ്യൽ പേര് എന്താണ്? ഉത്തരം വീനസ് ഓർബിറ്റർ മിഷൻ. കൃത്യം, വളരെ നന്നായിരിക്കുന്നു. അവസാനത്തെ ചോദ്യം. സൈബർ ആക്രമണങ്ങൾ തടയാൻ RBI ആരംഭിച്ച പുതിയ പ്ലാറ്റ്ഫോം എന്തായിരുന്നു അതിന്റെ പേര്? ശരിയുത്തരം ഡാറ്റ വാച്ച്. എല്ലാവർക്കും എല്ലാ ഉത്തരങ്ങളും ശരിയായോ? 4 കിട്ടിയവർക്ക് എന്റെ വക ഒരു വലിയ കൈയടി. വളരെ നന്നായിരിക്കുന്നു. കണ്ടില്ലേ, ഇതുപോലെ ചിട്ടയായി രസകരമായി പഠിച്ചാൽ ഏതു പരീക്ഷയും നമുക്ക് എളുപ്പത്തിൽ നേരിടാം. അടുത്ത വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. നന്നായി പഠിക്കുക.